എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി എന്നൊക്കെ പറയുന്ന ഒരു പലഹാരമാണ്. അപ്പൊ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇത് അമൃതം പൊടിയും കൊണ്ടാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1/4 കപ്പോളം അമൃതം പൊടി എടുക്കുന്നുണ്ട്. ഈ അമൃതം പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു പോഷകാഹാര പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരം എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 കാര്യം കൂടെ ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാര വെച്ച് പൊടിച്ചതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്. അതിന് 2 കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അമൃതം പൊടി കയ്യിലില്ലാത്തവർ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് മൈദ കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ അല്ലെങ്കിൽ 2 കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു പഴത്തിന്റെ പകുതിയാണ് എടുക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഒരു റോബസ്റ്റ പഴമാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പാളയംകോടൻ ഉണ്ടെങ്കിൽ പാളയംകോടൻ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ബെസ്റ്റ്. അപ്പൊ ഞാൻ ഈ പഴത്തിന്റെ ഒരു പകുതിയാണ് ചേർക്കുന്നത്. അത് ഞാനൊന്ന് അരിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പൊ ശർക്കരയുടെ അളവ് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. അപ്പൊ നിങ്ങൾ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അരച്ചത് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഞാൻ അമൃതം പൊടിയുടെ വേറെ കുറെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമൃതം പൊടിയുടെ പ്ലം കേക്ക്, കുമ്പിളപ്പം, അതുപോലെ തന്നെ അവലോസ് പൊടി, ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന സ്നാക്കുകൾ ആയിരിക്കും അത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ട്രൈ ചെയ്യണം. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് മധുരം പോരെങ്കിൽ ശർക്കര ഉരുക്കി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഈ മധുരം മതിയെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിതിലേക്ക് കുറച്ചും കൂടെ മധുരം ആവാമെന്നുള്ളത് കൊണ്ട് ഞാൻ ശർക്കര ഉരുക്കി തന്നെയാണ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. അപ്പൊ ഞാനിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് 2 മണിക്കൂറിന് ശേഷം വരാം. അപ്പൊ നമ്മുടെ 2 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യം കൈ ഒന്ന് നനച്ചിട്ട് വേണം ഉണ്ട വരട്ടിയിട്ട് ഒന്ന് എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാണ് ആക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളു വേവാനായിട്ട് ഒത്തിരി സമയം എടുക്കും. അപ്പൊ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ട പരട്ടിയിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണ എപ്പോഴും ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ഇത് ഇടാൻ നേരം എന്തായാലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഇത് ലോ ഫ്ലെയിമിൽ തീ വെക്കണം. അതിനുശേഷം വേണം നമ്മളിത് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവത്തുമില്ല. അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത്. അപ്പൊ അമൃതം പൊടി ഇഷ്ടമല്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തയ്യാറാക്കാം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.